ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും വിക്ടബറിൻ്റെ ആധ്യാത്മീയ പ്രബോധനങ്ങളാണ്. നമ്മൾ കുറേ നാളുകളായിട്ട് ഈ പ്രബോധനങ്ങളൊക്കെ കേട്ട് വരികയായിരുന്നു. നമുക്കറിയാം, ബ്രദറിൻ്റെ ആധ്യാത്മീയ പ്രബോധനങ്ങൾ 1-ാമത്തെ വാല്യം നമ്മൾ പുറത്തിറക്കി. ഏകദേശം ഒരു 8 വിക്ടബറിൻ്റെ ടോക്കുകൾ നമ്മൾ പുസ്തക രൂപത്തിലാക്കി അത് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ അനേകർ വായിച്ച് അവർ ആത്മാവിൽ ഒത്തിരിയേറെ ശക്തിപ്പെടാൻ സഹായിക്കുന്നുണ്ട്, ഈശോയിൽ വളരുവാൻ സഹായിക്കുന്നുണ്ട്. പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിന് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ ഈ വചനത്തിൽ വളരുവാൻ നമ്മളെ സഹായിക്കുന്ന വലിയൊരു നിധിയായിട്ട് നമുക്ക് ഈ ആധ്യാത്മിക പ്രബോധനത്തെ സ്വീകരിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ആ കാലത്തിന് അനുസൃതമായി ദൈവം ഒരുക്കുന്ന പ്രവാചകന്മാരുണ്ട്, വിശുദ്ധരുണ്ട്. അനേകം തരത്തിൽ കർത്താവ് തൻ്റെ ജനത്തെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ദൈവം ഓരോ അവസരങ്ങളിൽ ഓരോ തരത്തിൽ കർത്താവിൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതുപോലെ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക്, കർത്താവിൻ്റെ വചനത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള ഒരു കൃപ ദൈവം വിക്ടബറിന് കൊടുത്തു. അതിലൂടെ അദ്ദേഹം ജീവിച്ച് ആ ജീവിതത്തിൻ്റെ വിശുദ്ധി സ്വീകരിച്ചപ്പോൾ അത് അനേക ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത പ്രബോധനങ്ങളാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ച് സങ്കീർത്തകൻ വിവരിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 119 അധ്യായം 103 വാക്യത്തിൽ പറയാണ്, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. സങ്കീർത്തനം എന്താണ് പറയുക? അങ്ങയുടെ വചനം, അങ്ങയുടെ വാക്കുകൾ എനിക്ക് തേനിനേക്കാൾ മധുരമാണ്, തേൻ കട്ടയേക്കാൾ മധുരമാണ്. ഈ മാധുര്യമാണ് നമ്മുടെ ആത്മാവ് ഈ ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ ആസ്വദിക്കുക. അതുപോലെ ആത്മാവിന് ആശ്വാസം നൽകുന്ന ദൈവിക രഹസ്യങ്ങളാണ് ഈ ദൈവിക വചനങ്ങൾ. ഈ വചനത്തെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വാക്കുകളായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മളിൽ മാനസാന്തരം ഉണ്ടാകുക, വിശ്വാസമുണ്ടാകുക, എളിമയുണ്ടാകുക. അതുകൊണ്ടാണ് ദൈവഭക്തി എന്ന് പറയുന്നത് ഈശോയുടെ വചനം സ്വീകരിക്കലാണ്. അത് തന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആത്മാവിലുള്ള അനുതാപം, ആത്മാവിലുള്ള എളിമ ഇതുണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ സ്വീകരിക്കുമ്പോൾ, എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുക. ഈ ദൈവത്തിൻ്റെ കടാക്ഷവും അനുഗ്രഹവും നമുക്ക് വരുന്നത് നമ്മൾ ഈ വചനത്തെ വിശ്വാസത്തോടും വിനയത്തോടും കൂടി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ബ്രദറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിലൂടെ വായിക്കുകയായിരുന്നു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രവിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രവിച്ചു കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഈശോയുടെ നാമം നമ്മിൽ വരുമ്പോൾ നമ്മിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ശ്രവിച്ചു. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന പേജ് നമ്പർ 80 35 മുതലുള്ള വാക്യങ്ങളാണ്. ആദ്യം എളിമ വരണം, എളിമയോടുകൂടി ഇരുന്ന് വചനം ശ്രവിക്കണം. അതിനുശേഷം അനുതാപം വരണം. മാനസാന്തരപ്പെട്ട ഹൃദയമാണ് ഈശോയ്ക്ക് വേണ്ടത്. മഗ്ദലന മറിയവും മാതാവും എളിമയോടുകൂടി ഇരുന്നു. ഇന്നലെ ഒരു PhD കാരൻ വന്നു യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ നിന്ന് തുള്ളുകയാണ്. ഹൃദയശുദ്ധി മാത്രമാണ് കർത്താവ് നോക്കുന്നത്. വചനം സ്വീകരിച്ച് വരുമ്പോഴാണ് ഹൃദയശുദ്ധി വരുന്നത്. നമ്മുടെ ഇടയിൽ തന്നെ വചനം സ്വീകരിക്കാത്തവരെല്ലാം പോകും. ഒരു ദിവസം 1000 വചനമെങ്കിലും കേട്ടാലേ ഹൃദയശുദ്ധി വരികയുള്ളൂ. എല്ലാവരിലും കപടതയുണ്ടായിരിക്കും. കപടത വിട്ടു പോകണമെങ്കിൽ 4 വർഷം വചനം ശ്രവിക്കണം. 1335 ദിവസം വിശുദ്ധി പാലിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് ദാനിയേൽ പ്രവാചകൻ വെറുതെ പറഞ്ഞതല്ല, ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് വിട്ടുപോരുവാനാണ്, കൃപ വരുവാനാണ്. തർക്കവും അസൂയയും വിട്ടുകളയണം. ഇത് വിട്ടു പോകണമെങ്കിൽ വചനം കേൾക്കണം. റോമ 10:17 വിശ്വാസം കേൾവിയിൽ കൂടിയാണ്, കേൾവിയാകട്ടെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്നുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പലതിൻ്റെയും പിറകെ പോകുന്നത്. ഈശോ ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം നമ്മിൽ വന്നാൽ എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകും. ഈ വിശ്വാസം നമ്മിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പൈശാചിക ശക്തിയുടെ പുറകെ പോവുകയാണ്.
മത്തായി 16:16. ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വിശ്വാസം നമ്മിൽ വരണമെങ്കിൽ നാം വചനം കേട്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15:2-3 തിരുവചനങ്ങൾ. വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയിൽ ഈശോയെ കണ്ടുകൊണ്ട് നടക്കാം. മരിക്കുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് പറയും. മരിക്കുമ്പോഴാണ് ആത്മാവിൽ തുടങ്ങുന്നത്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ സമൂഹമാണ്. 1 പത്രോസ് 2:9-10. നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ ബൈബിൾ ക്ലാസ്. വിശുദ്ധി വന്നാൽ ബാക്കിയുള്ള കൃപകളെ ദൈവം വെളിപ്പെടുത്തി തന്നുകൊള്ളും. യോഹന്നാൻ 14:21. കർത്താവ് തന്നെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് ഞാനെപ്പോഴും പറയുന്നത് 1 കൊരിന്തോസ് 2:1-16 വരെ കാണാതെ പഠിക്കണമെന്ന്. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും. അനേകം ജോലികൾ കൊടുത്താലും അത് ചെയ്യും. ഓണപ്പാട്ട് പാടാൻ പറഞ്ഞാൽ അത് തുള്ളിക്കളിച്ചുകൊണ്ട് പാടും. ഈശോയുടെ വചനത്തിലേക്ക് വരാൻ മാത്രം സാത്താൻ സമ്മതിക്കുകയില്ല. സാത്താൻ എല്ലാറ്റിനും തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ നമ്മൾ കേട്ടു, ആദ്യമേ എളിമയിൽ വരണം, എളിമയിൽ കൂടി ഇരുന്ന് വചനം ശ്രവിക്കണം. അതിനുശേഷമാണ് അനുതാപം വരുന്നത്. നമുക്ക് ആ വചനം ശ്രവിക്കുവാനുള്ള ഒരു മനസ്സ്, ഒരു എളിമപ്പെടൽ, നമ്മുടേതായ എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു അടിയറ വയ്ക്കൽ അവിടെ വരുമ്പോഴാണ് നമുക്ക് ആ അനുതാപമുണ്ടാകുക. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-11 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എല്ലാ മുട്ടുകളും ദൈവത്തിൻ്റെ മുൻപിൽ മടക്കണം. നമ്മൾ ഈ മുട്ടുകുത്തുന്നതിൻ്റെ ആത്മീയ രഹസ്യം എന്താണ്? സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ കുമ്പിടുകയാണ്. നമ്മെ തന്നെ അടിയറ വയ്ക്കുകയാണ് നമ്മൾ മുട്ടുകുത്തുമ്പോൾ. ആ ദൈവത്തെ മുട്ടുകുത്തി കുമ്പിട്ട് നമ്മൾ ആരാധിക്കുകയാണ്. ഒരൊറ്റ ദൈവത്തിന് നമ്മൾ ആരാധന സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് മുട്ടുകുത്തിയാൽ ഒരിക്കലും നമ്മൾക്ക് മനുഷ്യൻ്റെ മുൻപിൽ മുട്ടുകുത്തേണ്ടി വരികയില്ല. കാരണം കർത്താവ് രാജാവാണ്, സത്യമാണ് കർത്താവ്. ആ സത്യം എപ്പോഴും വിജയിച്ചു കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഈ തിന്മ, അധർമ്മം, ദുഷ്ടത ഇതെല്ലാം നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനെല്ലാം അടിമയായി പോവുകയാണ്. അതുകൊണ്ടാണ് സത്യം എപ്പോഴും വിശുദ്ധമാണ്. ഈശോ ആ പിലാത്തോസിൻ്റെ മുൻപിലും നിൽക്കുമ്പോഴും പിലാത്തോസ് ആ ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ്, സത്യം എന്താണ്? കാരണം ആ തിന്മയുടെ ശക്തി മുഴുവൻ ബ്ലൈൻഡാക്കിയിരിക്കും. ആ അധർമ്മം മുഴുവൻ അവിടെ വർദ്ധിച്ച് തിന്മ കീഴടക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മളും പലപ്പോഴും ഈ സത്യത്തെ മൂടി വയ്ക്കപ്പെടും, സത്യം മൂടി വയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം സൃഷ്ടിച്ചത് സകലതും നല്ലതായിരുന്നു. എന്നിട്ട് ദൈവം മനുഷ്യനെ അവിടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. ദൈവത്തോടൊത്ത് അവൻ ഉലാത്തി, ദൈവത്തോടൊത്ത് യാത്ര ചെയ്ത് സഹകരിച്ച് നടന്നപ്പോൾ അവിടെ തിന്മ പ്രവേശിച്ച് മനുഷ്യൻ്റെ മനസ്സിനെ, മനുഷ്യൻ്റെ എല്ലാവിധ ആ ദൈവിക ചൈതന്യത്തെയും അവൻ തിന്മയായിട്ട് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എളിമപ്പെടണം, ദൈവത്തിൻ്റെ മുൻപിൽ ശാന്തമായി ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ അനുതാപം നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ. ഈ അനുതാപത്തെ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വിശുദ്ധി എന്താണ്, അശുദ്ധി എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. നമുക്ക് വിശുദ്ധമേതാണ് അശുദ്ധമേതാണ് എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കില്ല. വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് വാദിക്കാനുള്ള കർത്താവിൻ്റെ കൃപ നമ്മളിൽ വരുന്നത് നമ്മിൽ വിശുദ്ധി വരുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും തിരിച്ചറിയണം ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന്. അത് ഇതിൽ പറയുന്നുണ്ട്, മഗ്ദലന മറിയവും മാതാവും എളിമയോടുകൂടി ഇരുന്ന് വചനം ശ്രവിച്ചു. അതുകൊണ്ടാണ് അവർ ശരിക്കും അവരൊന്നും പഠിച്ചിരുന്നില്ല. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും പഠിക്കാതെ ദൈവത്തെ എളിമയോടെ ഒരു ശിശുവിനെ പോലെ ദൈവത്തിൽ വിശ്വസിച്ച് സ്വീകരിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധ മറിയത്തിന് വെളിപ്പെടുത്തി കിട്ടി. പരിശുദ്ധ മറിയം ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചതുകൊണ്ട് അമ്മയായ മറിയത്തിലൂടെ ദൈവം ജന്മമെടുക്കുകയാണ്.
അതുകൊണ്ട് ഇതിൻ്റെ അത് നമ്മൾ കണ്ടു. ബ്രദർ ഒരു ഉദാഹരണം പറയാണ്. ഇന്നലെ ഒരു PhD-കാരൻ വന്നു, യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ നിന്ന് തുള്ളുകയാണ്. നമ്മൾ PhD എടുത്താലും നമ്മൾ എത്ര വിദ്യാഭ്യാസം എടുത്താലും നമ്മളിൽ ഒരു മനസ്സാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ മാറ്റിമറിച്ച് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ അവിടെ ഈശോയ്ക്ക് വന്ന് വസിക്കാൻ സാധിക്കുകയില്ല. അതിനുശേഷം പറയണ, ഹൃദയശുദ്ധി മാത്രമാണ് കർത്താവ് നോക്കുന്നത്. വചനം സ്വീകരിച്ച് വരുമ്പോഴാണ് ഹൃദയശുദ്ധി വരിക. നമ്മുടെ ഇടയിൽ തന്നെ വചനം സ്വീകരിക്കാത്തവരെല്ലാം പോകും. ഒരു ദിവസം 1000 വചനമെങ്കിലും കേട്ടാലേ ഹൃദയശുദ്ധി വരികയുള്ളൂ. നമ്മൾ ഈ വചനത്തെ വിശുദ്ധയോടെ നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ വചനം കേട്ട് നമ്മുടെ കാതുകളിൽ ഈശോയുടെ വചനം ശ്രവിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പല വിശുദ്ധരും ഈ വിശുദ്ധമായ വചനങ്ങൾ ശ്രവിച്ച് കേട്ട് അതിൽ നിന്നുണ്ടായ മാറ്റമാണ് അവരുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും മാറ്റിമറിച്ചത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളന്, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഇവരെല്ലാം ആ വിശുദ്ധമായ പ്രസംഗങ്ങൾ ശ്രവിച്ചു. അതുപോലെ അവർക്ക് ദൈവം കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ് മധ്യസ്ഥ പ്രാർത്ഥന. അവരുടെ ജീവിതത്തിൽ ആരൊക്കെയോ അവർക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാ ഫലം ദൈവം കാണിച്ചു കൊടുക്കുകയാണ് വിശുദ്ധിയിലൂടെ. വിശുദ്ധരായവർക്ക് അവരെ വിശുദ്ധരാക്കി ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, കപടഹത വിട്ടുപോയാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും എളിമ എന്താണ്, അനുതാപം എന്താണെന്നൊക്കെ അറിയുവാനും സാധിക്കുകയുള്ളൂ. അതിന് ബ്രദർ പറയുന്നതാണ്, ഒരു 4 വർഷമെങ്കിലും നമ്മൾ വിശുദ്ധി പാലിച്ച് വരുമ്പോൾ ആ വിശുദ്ധിയുടെ ഒരു അംശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് ആ ഈശോയുടെ രഹസ്യത്തിലേക്ക് വരുവാൻ സാധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ജഡത്തിൽ നിന്നും ആത്മാവിലേക്ക് വരും. ലോകം, ശരീരം, പിശാച്, ഈ 3 ശക്തികളൊക്കെ നമ്മളിൽ നിന്നൊന്ന് മാറ്റപ്പെടണമെങ്കിൽ വളരെയേറെ സമയങ്ങളെടുക്കും. വളരെയേറെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരണം. ഇതെന്താണെന്ന് നമ്മൾക്ക് ആദ്യം മനസ്സിലാകണം. ലോകം എന്താണ്, പിശാച് എന്താണ്, ശരീരം എന്താണ്, ജഡം എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ വളർച്ചയിലേക്ക് വരണം. അതുപോലെ പറയാണ്, തർക്കവും അസൂയയും വിട്ടുകളയണം. ഇത് വിട്ടു പോകണമെങ്കിൽ വചനം കേൾക്കണം. നമ്മളിൽ എപ്പോഴുമുള്ളതാണ് തർക്കിക്കുന്ന സ്വഭാവം, അസൂയ. ഇതെല്ലാം മാറ്റിക്കൊണ്ട് നിശബ്ദരായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എളിമപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് ഈ തർക്കവും അസൂയയും സ്വാർത്ഥതയും ഒക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവിക രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം പറയുന്നു, യേശു ദേവപുത്രനായ ക്രിസ്തുവാണെന്നുള്ള പ്രസംഗം ഇല്ലാത്തത് കൊണ്ടാണ് പലതിൻ്റെയും പുറകെ പോകുന്നത്. നമ്മൾ പല കെട്ടുകഥകളിലേക്കും സാക്ഷ്യത്തിലേക്കും ഒക്കെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസം അവരെ നോക്കിയുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതല്ല നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്. ഈശോയിലൂടെയാണ് നമുക്ക് രക്ഷ, ഈശോയിലൂടെയാണ് നമുക്ക് ജീവൻ എന്നുള്ള ഒരു ആന്തരിക വിശ്വാസം നമ്മളിലുണ്ടാകണം. ആ വിശ്വാസത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് കർത്താവിന് നമ്മിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ ഈശോയെ ഏറ്റുപറയുകയാണ്. വിശ്വാസത്തിൻ്റെ രഹസ്യം വിശുദ്ധ പത്രോസിന് മനസ്സിലായപ്പോഴാണ് വിശുദ്ധ പത്രോസ്ലീഹ ഈശോയെ ഏറ്റുപറയുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-3 തിരുവചനത്തിൽ വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിയിൽ ഈശോയെ കണ്ടുകൊണ്ട് നടക്കും. മരിക്കുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് പറയും. മരിക്കുമ്പോഴാണ് ആത്മാവിൽ തുടങ്ങുന്നത്. കർത്താവിൻ്റെ ഒരു ദാനമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ബുദ്ധി, ചിന്ത. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ പഠനങ്ങളിലൂടെ ദൈവത്തെ ദർശിക്കാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് ആ ഈശോയെ ആത്മാവിൽ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. മാനസാന്തരത്തിലൂടെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധിയിൽ നമ്മളിൽ പാപങ്ങൾ കെട്ടിപ്പിടഞ്ഞ് കടന്നിട്ട് നമ്മളിതിൻ്റെ എല്ലാം പിന്നാലെ പോകുമ്പോൾ നമുക്ക് ആ ഈശോയെ ശുദ്ധ ഹൃദയത്തോടെ നമുക്കെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആത്മാവിലേക്ക് വരണം എന്ന് പറയും. ദൈവരാജ്യത്തിൽ അനേകം ആത്മീയ രഹസ്യങ്ങളുണ്ട്. നമ്മൾ ബുദ്ധിയിലിരുന്ന്
മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കൊരിക്കലും അതിൻ്റെ അന്തരം കിട്ടുകയില്ല. അതുപോലെ ദൈവപുത്രനായ ഈശോയുടെ ജനനം, വചനം മാംസമായി കന്യകയിൽ വന്നു എന്ന് നമ്മൾ എത്ര ചിന്തിച്ചാലും മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു ദൈവിക രഹസ്യം അതിലെല്ലാം ഉള്ളത്. ഇതുപോലെ ആത്മാവിൻ്റെ രാജ്യത്തിലും അനേകം ആത്മീയ രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിലേക്ക് വരണം എന്ന് ബ്രദർ എപ്പോഴും ഓർമ്മിപ്പിക്കുക. മരിക്കുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് പറയും, മരിക്കുമ്പോഴാണ് ആത്മാവിൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് കയറി വരണം. നമ്മൾ ഈ ലോകത്തിൻ്റെ ഇതിൽ ഒക്കെ ആണെങ്കിൽ മനുഷ്യൻ പറയും മരണത്തിലൂടെ എല്ലാം അവസാനിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അധർമ്മികളുടെ ചിന്താഗതി എന്താണെന്ന്. ഈ ലൗകിക മനുഷ്യൻ്റെ ചിന്ത ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം സമ്പാദിച്ചാൽ അവൻ ഏറ്റവും വലിയ ആളായി എന്നുള്ള കാര്യമാണ്. ആത്മാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല. അവൻ പറയുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നമുക്ക് ആസ്വദിക്കാം, കിട്ടുന്ന സുഖങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടുത്തി കളയേണ്ട എന്നെല്ലാം നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധാരണകൾ സംഭവിക്കും. അതിൻ്റെ ഹെഡിങ് നമ്മൾ വായിക്കുക അധർമ്മിയുടെ ചിന്താഗതി. അധർമ്മി എന്താണ്? വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അവർ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തിയാണ്. മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനം, അതിൻ്റെ ഡെഫിനിഷനാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ മുഴുവൻ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരണം, ആത്മീക രഹസ്യങ്ങളിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ മത്സരത്തിനുള്ള സ്ഥലമല്ല, വിശുദ്ധരെ സൃഷ്ടിക്കുന്ന സ്ഥലമായി മാറണം. ഞാനാണോ വലുത്, നീയാണോ വലുത് എന്നൊരു ചിന്ത നമ്മിൽ വരുമ്പോൾ അവിടെ ഒരു മാത്സര്യം ഉണ്ടാകുകയാണ്. മർക്കോസ് 10:44 തൊട്ടുള്ള തിരുവചനത്തിൽ ഈ ശിഷ്യന്മാരുടെ ഇടയിലും എല്ലാം ഈ തർക്കമുണ്ടായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു ചിന്ത. ഈ ചിന്ത വരുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് താഴേക്ക് വരികയാണ്. ഈശോ പറയുന്നുണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വിശുദ്ധരെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറിയായി മാറണം. അനേകം വിശുദ്ധർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മാവിലേക്ക് വരുന്ന ഒരു രാജ്യമാക്കി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ മാറ്റുമ്പോഴാണ് അത് വിശുദ്ധമായി മാറുന്നത്. 1 പത്രോസ് 2:9-10 പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനതയുമാണ്. ഈ 4 ഐഡൻറ്റിറ്റിയാണ് കർത്താവ് നമുക്ക് തരിക. തിരഞ്ഞെടുക്കപ്പെട്ട ജനം, വിശുദ്ധ ജനത, രാജകീയ പുരോഹിത ഗണം, ദൈവത്തിൻ്റെ സ്വന്തം ജനത. ഇതിലേക്കെല്ലാമാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഓരോ വാക്കിലും അനേകം കാര്യങ്ങളുണ്ട്. രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനത, അതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം ജനം, ഇങ്ങനെയെല്ലാം ഉള്ള അഭിവാദനമാണ് ദൈവം നമുക്ക് തരിക. അപ്പോൾ നമ്മൾ ആ വിശുദ്ധ ജനതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധി വന്നാൽ ബാക്കി എല്ലാ കൃപകളും അതിനോടുകൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെ ദൈവം വിശുദ്ധിയിലേക്ക് വിളിക്കുകയാണ്. വിശുദ്ധി വരുമ്പോഴാണ് പരിശുദ്ധ ത്രിത്വം വന്ന് നമ്മൾ വാസമർപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിലും 23-ാം തിരുവചനത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവം നമ്മിൽ വന്ന് വാസമർപ്പിക്കുവാൻ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ മറിയത്തിലാണ് ആ ത്രിത്വേക ദൈവം വന്ന് വസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ദൂതൻ മറിയത്തോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ ശക്തി, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവായ ദൈവം, ഈ 3 ത്രിത്വേക ശക്തികളും പരിശുദ്ധ മറിയത്തിൽ വന്ന് വസിച്ചു. അവിടെ ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ടും വിശുദ്ധി കൊണ്ടും നിറഞ്ഞതാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. ഈ ലോകത്തിൻ്റെ പിടിയിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമേ. പാപത്തിൻ്റെ കെട്ടുകളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട്
ദൈവസ്നേഹത്തിൻ്റെ വലയത്തിൽ ആയിരിക്കുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.